ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് വൈകി പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് 26th മൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ. ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂൾ റീ ഓപ്പണിംഗ് ദിവസം കൂടെയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. എന്നും ചെയ്യുന്ന മാതിരി നേരെ പുറത്തോട്ടാണ് പോയത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വാതിലങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ പുറത്ത് എന്താ നടക്കുന്നതെന്ന് യാതൊരുവിധ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ രാത്രി അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡ് കണ്ടാൽ നമുക്കറിയാമല്ലോ എത്രത്തോളമൊക്കെ പെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോഡിൽ കാര്യമായിട്ട് ബഹളമൊന്നും ഇല്ലാത്തത് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ കാര്യമായിട്ട് വണ്ടികളൊന്നും 2 ദിവസമായിട്ട് വരുന്നില്ല കേട്ടോ. അതാണ് കാര്യമായ ബഹളങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ നമുക്കൊക്കെ അറിയാമല്ലോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിളി പോയ പോലെ ഞാനും ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുറേ നേരം ഞാനിങ്ങനെ ഇരിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കറി ഉണ്ടാക്കുക, ഉച്ചയ്ക്ക് എന്താ കറി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മിക്കവാറും ആലോചിക്കാറ്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ചുകൂടെ ആലോചിക്കാനുണ്ട്. ഇന്ന് മുതൽ കുഞ്ഞൻ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് പോകുമ്പോഴുള്ളൊരു വിഷമവും കൂടെ, അതൊക്കെ ഇരുന്ന് ആലോചിച്ച് പിന്നെ പെട്ടെന്ന് എണീറ്റിട്ട് വേഗം പോയിട്ട് പല്ലൊക്കെ തേച്ചു, ഫേസ് വാഷൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു റിഫ്രഷൊക്കെ കിട്ടിയിട്ടോ, ഉറക്കമപ്പൊക്കെ ഒന്ന് പോയിട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ കിച്ചണിലോട്ടാണ് പോയത്. കിച്ചണിലോട്ട് പോയാൽ ആദ്യം ചെയ്യുന്നത് കിച്ചണിലുള്ള ഡോറും അതുപോലെ തന്നെ അവിടുത്തെ ജനലൊക്കെ ഒന്ന് തുറന്നോടും കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് എയറൊക്കെ കിട്ടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് സ്കൂളിലേക്കും അത് തന്നെ മതി. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. കാര്യമായിട്ട് വേറെ റൈസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ ഇഡ്ഡലി തട്ടിലോട്ട് മാവൊക്കെ ഒഴിച്ചു. അപ്പോഴേക്കും സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിക്ക് നമ്മൾ സാമ്പാറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ നുറുക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ കുഞ്ഞിനെ ഉണർത്തി കേട്ടോ. കുറേ ദിവസമായില്ലേ സ്കൂളിലൊക്കെ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫസ്റ്റ് ഡേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അവളെ വിളിച്ചുണർത്തി ഉടനെ അവൾ എന്നോട് പറഞ്ഞത് എനിക്കിന്ന് അമ്മേനെ മിസ്സ് ചെയ്യുമെന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ അവളുടെ അടുത്ത് കിടന്നു. പിന്നെ ഞാൻ അവളുടെ മൂഡൊക്കെ ഒന്ന് ഓക്കെ ആയി. ഇന്ന് അവളുടെ നല്ലൊരു ഡേ അല്ലേ. അപ്പോൾ എണീക്കുമ്പോഴും മൂഡ് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് എണീപ്പിച്ച് ഞാൻ ബ്രഷ് ചെയ്യാൻ വിട്ടു. പിന്നെ ഞാനൊരു കട്ടൻ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞൻ ബ്രഷ് ചെയ്ത് വന്നു. അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്, പക്ഷേ അവൾ ഒരിക്കലും അത് പുറത്ത് പ്രകടിപ്പിക്കാത്തൊരു ക്യാരക്ടറാണ് കേട്ടോ. അവളിതേ അവളുടെ വിഷമങ്ങൾ ഇങ്ങനെയാണ്, വന്ന് കെട്ടിപ്പിടിക്കും, ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഇങ്ങനെയൊക്കെയാണ് അവളുടെ വിഷമങ്ങൾ തീർക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പോൾ ഇന്ന് 5ാം ക്ലാസ് ആണ്, ഇനി മുതൽ അപ്പോൾ തോനെ പഠിക്കാനുണ്ടാവും, നല്ല കുട്ടിയാവണം, അങ്ങനെ ഇങ്ങനെ നമ്മൾ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കുറേ പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും ആൾക്ക് പിന്നെയും വിഷമമായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവളെന്നെ കെട്ടിപ്പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് വിട്ടു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ ഞാൻ സാമ്പാറും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നോർമൽ സാമ്പാറാണ്, വെറുതെ പരിപ്പിട്ട് കഷ്ണങ്ങളിട്ട് സാമ്പാർ പൊടി ഇട്ടുണ്ടാക്കണത് കേട്ടോ. പിന്നെ ഈ ഒരു ചമ്മന്തി ഒരു തേങ്ങാ ചമ്മന്തിയാണ്. ഇത് നമ്മുടെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ അതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. തല നനയ്ക്കില്ല കേട്ടോ, 2 പുറം മുടിയൊക്കെ കെട്ടാനുള്ളതുകൊണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോമൊക്കെ ആക്കി സോക്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് അവളുടെ ലഞ്ച് സെറ്റാക്കി. അപ്പോൾ ഇഡലി തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു 4 ഇഡലി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇഡലിയാണ് കേട്ടോ അവൾ കൊണ്ടുപോവാറ്. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള തേങ്ങാ ചമ്മന്തി ആണ് ഇട്ടത് കേട്ടോ. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പച്ചമുളകും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് വെറുതെ അരയ്ക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാമ്പാറും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ 3 കോമ്പിനേഷനും കൂടെ ഉണ്ടെങ്കിൽ ആൾക്ക് അന്ന് വേറെ ഒന്നും വേണ്ട കേട്ടോ, അതുമാത്രം മതി. അങ്ങനെ ലഞ്ചൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ സ്നാക്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൂടെ വെച്ച് നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റാക്കി. പിന്നെ പെട്ടെന്ന് കുഞ്ഞിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടേ കൊടുത്ത് കുഞ്ഞിനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോഴുള്ള ചിരിയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ മുടി കെട്ടണത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അസംബ്ലി കഴിഞ്ഞിട്ട് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ചെയ്യണത്. അപ്പോൾ അവിടെയും കുറേ റൂൾസ് ഉണ്ട്. കുറച്ച് ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ മടക്കി കെട്ടണം, അല്ലെങ്കിൽ മേലെ റിബൺ ഇട്ടിട്ട് താഴെ ബണ്ണിടണം. അങ്ങനെ കുറേ അമ്മമാർക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടുള്ള ചീർപ്പ് കണ്ടത്. പണ്ട് അമ്മയുടെയും ചേച്ചിമാരുടെയൊക്കെ തലയിലാണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ട് മുടിയൊക്കെ കെട്ടി കുഞ്ഞൻ്റെ ഫുഡൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കുഞ്ഞൻ്റെ ലഞ്ചൊക്കെ ബാഗിലോട്ട് പാക്ക് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് കുഞ്ഞിനോട് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞാൽ അവൾക്കും വിഷമാവില്ലേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബാഗൊക്കെ സെറ്റാക്കി. പിന്നെ ഇനി കുഞ്ഞൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ കുഞ്ഞൻ ചെയ്തോളൂ കേട്ടോ. അതായത് അവളുടെ മുഖത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു മോയ്സ്ചറൈസർ ഇടും, പിന്നെ കണ്ണെഴുതും, ഒരു പൊട്ട് വയ്ക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി. പിന്നെ പുറത്ത് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സ്വെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ളൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനും സെറ്റായി, കുഞ്ഞനും സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞൻ്റെ കണ്ണെഴുതിയതും പൊട്ടുത്തിയതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, മുടിയൊക്കെ ഒന്നുകൂടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്നോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ തീരും, എനിക്ക് അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആളിങ്ങനെ സെൻറ്റി ആവാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ ആളെന്നെ ഓക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഇതേ അവൾ എന്നെ എടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനിപ്പോൾ ഏകദേശം എൻ്റെ ഒപ്പം എത്താറായിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മുടെ മക്കളൊക്കെ വളരുന്നത് അല്ലേ. എനിക്ക് എൻ്റെ ഞാൻ കുഞ്ഞാന്ന് വിളിക്കുന്ന പോലെ തന്നെ പ്രസവിച്ച് കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു അതേ ഒരു മൈൻഡാണ് കേട്ടോ ഇപ്പോഴും. അവളങ്ങനെ വളർന്നു വലുതായി അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറന്നല്ലേ. പക്ഷേ 2 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് 10 വയസ്സാണ് കേട്ടോ. നാട്ടിലൊക്കെ പോകുമ്പോൾ ആളുകൾ കാണുമ്പോൾ പറയും, ഇവളിപ്പം നിൻ്റെ അത്ര ആയില്ലോ. അങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ നമ്മൾ ഓർക്കുക, കുഞ്ഞൻ വലുതായി ഇല്ലേ, വളർന്നു ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അതാ പറയുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മുടെ മക്കൾ വളരുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്നും അവർ കുഞ്ഞി കുട്ടികളാണല്ലേ. അങ്ങനെ 5ാം ക്ലാസ്സിലായി, എത്രയോ പെട്ടെന്ന് 5ാം ക്ലാസ്സിലായ ഒരു ഫീലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അവളെ LKGയിലേക്ക് കൊണ്ടുപോയ ഓരോ മൊമെൻ്റൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നായിരുന്നു. അങ്ങനെ വീടിൻ്റെ വാതിലൊക്കെ പൂട്ടി ഞാനും കുഞ്ഞനും കൂടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ദേ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്നും കുട എടുക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് പനിയായിട്ട് പോലും കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചാറ്റൽ മഴയൊക്കെ കൊണ്ടിങ്ങനെ നടന്നു കേട്ടോ. അപ്പോഴേക്കും ദേ നല്ല രീതിയിൽ മഴക്കാറും വരുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നല്ല മഴയെന്ന് അമ്മയും അച്ഛനൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കുഞ്ഞൻ്റെ സ്കൂളിലെത്തി. അപ്പോൾ എന്നോടും അതുപോലെ തന്നെ നിങ്ങളോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ കുഞ്ഞൻ്റെ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. ഉമ്മ തരാൻ മറന്നിട്ട് തിരിച്ചു വന്നിട്ട് ഉമ്മ തരുന്നതാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ അല്ലേ. നല്ല രീതിയിൽ പഠിക്കാനും നല്ല മാർക്ക് കിട്ടാനും നല്ല കൂട്ടുകെട്ട് കിട്ടാനും എല്ലാ മത്സരത്തിലും വിജയിക്കാനൊക്കെ അവൾക്ക് പറ്റട്ടെ എന്ന് മനസ്സുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവൾ ഈ പോക്ക് പോകുന്നത് കാണുമ്പോൾ ചെറിയ രീതിയിലല്ല, നല്ല വലിയ രീതിയിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ഒക്കെ അവളുടെ ഭാവിക്കല്ലെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഞാനും തിരിച്ചു പോകുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.